ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിസസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ ഒരുപാടധികം പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ചെറുതും വലുതുമായ ഒരുപാട് വെറൈറ്റികൾ, അധികം ന്യൂ വെറൈറ്റീസാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായ പ്ലാന്റുകളാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ സിറ്റ് ഔട്ടിലും ഷെയ്ഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് ഇതന്നെ നോക്കാം. 24 ക്യാരറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് വലിയ ബിഗ് മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ തൈകളൊന്നും അവൈലബിൾ അല്ല, ആകെ 2 പ്ലാന്റേ ഉള്ളൂ. അതന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള വലിയ മദർ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. പിന്നുള്ളത് നമ്മൾ പനാമയിൽ പിങ്കും പീച്ചും ഉണ്ട്. അതിൽ നമുക്ക് നല്ല റേറ്റിന് തന്നെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പിങ്ക് പനാമക്ക് 600 ആണ്. ഇനി 550ൻ്റെ ഇതിൻ്റെ താഴെ റേറ്റ് ഉള്ളതുണ്ട്. ഇതും അതന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് പിങ്ക് പനാമ. കണ്ടോ, അത്യാവശ്യം വലിയ പ്ലാന്റാണ്, ചെറുതൊന്നുമല്ല. പിന്നുള്ളത് ഒരു പുതിയ ഐഡിയ ആണ്. എനിക്ക് ആ പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കണ്ടില്ലേ, ലീഫ് നല്ല ഒരു പിങ്കും ഒരു പിസ്തപ്പച്ച കളറായിട്ട് റൗണ്ട് ലീഫിൽ വരുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കാം. ഇതും മദർ പ്ലാന്റ് ആണ്, പക്ഷേ ബുഷായി നിൽക്കുന്ന പ്ലാന്റ് കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റ് ആണ്. 450 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ഇതും അതന്നെയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ലീഫും നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ്. പിന്നെ പുതിയൊരു വെറൈറ്റി ഗോൾഡൻ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. കൊച്ചിൻ വൈറ്റ് എന്ന് ചിലരെല്ലാം ചോദിക്കലുണ്ട്. കൊച്ചിൻ വൈറ്റ് അല്ല, കൊച്ചിൻ വൈറ്റ് വേറെ തന്നെ ലീഫുള്ള പ്ലാന്റുകളാണ്. ഇത് ഗോൾഡൻ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് 750 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ഒരു ന്യൂ വെറൈറ്റിയാണ്, റെയർ വെറൈറ്റിയാണ്, അധികമൊന്നും കാണലില്ല. ഇപ്പം കുറച്ച് പ്ലാന്റേ വന്നിട്ടുള്ളൂ, കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. പിന്നുള്ളത് കൊച്ചിൻ പീച്ചാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, 350ൻ്റെ ഒരു പ്ലാന്റാണിത്. പിന്നുള്ളത് നമ്മുടെ പിങ്ക് സുക്സോമാണ്, 350ൻ്റെ. ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ്, നല്ല പ്ലാന്റാണ് ഇത്. പിന്നെ പിങ്ക് ലെഗസിയാണ്, അതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. അതുപോലെ ഗ്രീൻ ലെഗസിയും ഉണ്ട്, അത് 200-250 റേറ്റിനെല്ലാം ഉണ്ട്, ലഭ്യമായിട്ടുണ്ട്. കണ്ടോ, ഗ്രീൻ ലെഗസിയാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഗ്രീൻ ലെഗസി. പിന്നെ ഉള്ളത് പിങ്ക് ഡാൽമേഷനാണ്. ഇതും 300-350 എല്ലാ സൈസും അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് ഡാൽമേഷൻ. കണ്ടില്ല, നല്ല കളർഫുള്ളാണ്. പിങ്ക് ഡോട്ട് വന്നിട്ട് ലീഫിൽ മൊത്തം ഇത് നല്ല ഡാർക്ക് പിങ്കാണ് കേട്ടോ. ഇത് കളർ ഒറിജിനൽ കാണുന്നില്ല. കണ്ടില്ല, നല്ല പിങ്ക് കളറാണിത്. പിന്നെ ഉള്ളത് ബാത്തിക്കാണ്. ഇതിൻ്റെ കുറേ 250-200ൻ്റെ തൈകൾ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ബാത്തിക്ക്. ഒരു റെഡ് കളർ തന്നെ വരുന്ന പ്ലാന്റാണിത്. പിന്നുള്ളത് പീച്ച് പനാമ കേട്ടോ. പനാമയിൽ ഞാൻ പറഞ്ഞ് 2 വെറൈറ്റികളാണ്, 3 വെറൈറ്റികൾ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത്. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഇത് പീച്ച്. പിന്നുള്ളത് ലെക്സബാണ്. അതിൻ്റെ കുറേ പ്ലാന്റുകളുണ്ട്. 250 സൈസ് ഉള്ളതുണ്ട്, 300 ഉണ്ട്, എല്ലാ സൈസുള്ള പ്ലാന്റുകളും ഉണ്ട്. നെക്സ്റ്റ് വണ് കോബ്ര ആണ്. ഗ്രീൻ വെറൈറ്റിയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കോബ്ര. കോബ്രേൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്, 350ൻ്റെ 250ൻ്റെ. പിന്നെ ചെറിയ സൈസുകളുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. നല്ല ബുഷായി വളരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കോബ്ര. പിന്നുള്ളത് ഒരു പുതിയ ന്യൂ വെറൈറ്റി ആണ് കേട്ടോ. നമ്മളിതുവരെ കൊച്ചിൻ പീച്ച്, കൊച്ചിൻ പിങ്ക് എല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷേ കൊച്ചിൻ യെല്ലോ കണ്ടില്ലേ, അങ്ങനെ ഒരു പ്ലാന്റ് ഞാനും ഇപ്പോഴാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഒരു റെയർ വെറൈറ്റി തന്നെയാണിത്. കണ്ടില്ലേ, ഇതൊന്നും ഇങ്ങനെ അധികം വരാറില്ല, വളരെ റെയറായിട്ട് വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങാന്നേ ഉള്ളൂ, പിന്നെ വരണമെന്നില്ല. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ അത്. ഇതിൻ്റെ ആകെ 2 പ്ലാന്റ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് 2 പ്ലാന്റാണ്. ഒരു മീഡിയം സൈസ് പ്ലാന്റിനാണ് റേറ്റ് പറഞ്ഞത്. പിന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെഡ് വെറൈറ്റിയിലുള്ള ജയ്പോങ് റെഡാണ് കേട്ടോ. ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റുകളാണിത്. 350-400 അങ്ങനെ പല സൈസിന് അവൈലബിൾ ആണ്. ഇത് ബുഷി പോട്ടാണ്, വലിയ പോട്ടുകളാണിത്. ഇതിൻ്റെ ഒരേ സൈസുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ സൂപ്പർ വൈറ്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ,
സൂപ്പർ വൈറ്റ് 250 ഉണ്ട്, 350 ഉണ്ട്, അങ്ങനെ പല സൈസുള്ള പ്ലാന്റുകളും സൂപ്പർ വൈറ്റും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന 10 ക്യാരറ്റ് ആണ്. അതിൻ്റെ കുറേ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇത് വലിയ പ്ലാന്റാണ്. മദർ പ്ലാന്റ് ഉണ്ട് 350ക്ക്, പിന്നെ അതിൻ്റെ താഴെ 250 ഉണ്ട്. പിന്നെ ഒരു റയർ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റാണ്, ആകെ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ക്യാരറ്റ് എന്നാണ് കേട്ടോ. നമ്മൾ 10 ക്യാരറ്റ് കണ്ടിട്ടുണ്ട്, 24 ഇപ്പോൾ നമ്മൾ കണ്ട്, 9 ക്യാരറ്റ് വേറെ ഉണ്ട്. ഇതൊരു പുതിയ വെറൈറ്റിയാണ് ബ്ലാക്ക് ക്യാരറ്റ്. ഇത് ആകെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് ചെറുതൊന്നല്ല, കണ്ടില്ലേ, വലിയ മദർ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ബ്ലാക്ക് ക്യാരറ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ റെഡ് സ്റ്റാർഡസ്റ്റ് ആണ്. ഇത് 350 ആണ്. ഇനി ഇതിൻ്റെ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുകളും ഉണ്ട്, 300 ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. ഈ ലീഫെല്ലാം ഈ റെഡിലേക്ക് വരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് റെഡ് സ്റ്റാർഡസ്റ്റ്. ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അതിന് 1500 ആണ് റേറ്റ്. ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് അതൊരു റെയർ വെറൈറ്റിയാണ്. പിന്നെ ഉള്ളത് വൈറ്റ് ലക്കാച്ചിയാണ്. ഇതില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ വൈറ്റ് ലക്കാച്ചി. ഇതിൻ്റെയും പല സൈസുകൾ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഗോൾഡൻ പപ്പായ. ഗോൾഡൻ പപ്പായൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് 400ൻ്റെ 350ൻ്റെത് ഉണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ 250ൻ്റെ തൈകളും ഉണ്ട്. ഇതും റെഡ് സ്റ്റാർഡസ്റ്റ് ആണ്. ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്, എനിക്ക് ഐഡിയ അറിയില്ല. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, കണ്ടില്ലേ. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊന്നും ഐഡിയ അറിയില്ല. പിന്നെ ഓരോരുത്തരും ഓരോ ഐഡിയകൾ പറയുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗ്ലോണിമ ലവേഴ്സ് അല്ലെങ്കിൽ അഗ്ലോണിമ കളക്ഷനുള്ള കുറേ ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതെല്ലാം. ഇതും അതുതന്നെയാണ്, ഞാൻ മറ്റേ അവിടെ ഫസ്റ്റിൽ കാണിച്ചില്ലേ ഒരു 450ൻ്റെ, അതിൻ്റെ ബുഷി പ്ലാന്റുകളാണ് കേട്ടോ. അത് വലിയ മദർ പ്ലാന്റ് ആണ്. കൊടുക്കുന്ന സൈസ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചിരുന്നു. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മദർ പ്ലാന്റ് കാണിച്ചതാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഇതാ പിങ്ക് പനാമൻ്റെ ബുഷി പോട്ടാണിത്, കണ്ടില്ലേ. ഇതിവിടെ മദർ പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു ബുഷിയായി നിൽക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. നല്ല കുറേ ലീഫുകളെല്ലാം വന്ന് ഷൂട്ടുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ഇതിൻ്റെ ഒരു മീഡിയം സൈസാണ്. നേരത്തെ ഞാൻ 650 അവിടെ കാണിച്ചത്. മീഡിയം അല്ല, അത്യാവശ്യം ഒരു മദർ പ്ലാന്റ് തന്നെ. ഇതും പിങ്കാണ്. അതുപോലെ പീച്ചും ഉണ്ട്, ഞാൻ അവിടെ കാണിച്ചിരുന്നു. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ കുറേ ന്യൂ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതാ ട്രൈ കളർ ഉണ്ട്, അത് കാണിക്കാൻ മറന്നുപോയി. ട്രൈ കളറിൻ്റെ പ്ലാന്റുകളുണ്ട് 300, 350 അങ്ങനെ സൈസിലുള്ള പ്ലാന്റ്. ഇതൊക്കെ വലിയ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ, ചെറിയ പ്ലാന്റുകളല്ല. നല്ല ഭംഗിയുള്ള നല്ല സൈസുള്ള പ്ലാന്റുകളാണ്. നമുക്ക് റേറ്റ് ആയാലും അത് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് സിറ്റ് ഔട്ടിലൊക്കെ നല്ല വൈറ്റ് പോട്ടിലാക്കി സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മുഴുത്ത വലിയ പ്ലാന്റുകളാണ്. ഇനി നിങ്ങൾക്ക് ചെറിയ പ്ലാന്റുകളാണ് ആവശ്യമുള്ളെങ്കിൽ എല്ലാത്തിൻ്റെ ഒന്നും ചെറുതില്ല. പ്രത്യേകിച്ച് ഈ ന്യൂ വെറൈറ്റി അല്ലെങ്കിൽ റയർ വെറൈറ്റീസിനൊന്നും ഒരിക്കലും ചെറിയ പ്ലാന്റുകൾ വരില്ല. അതുപോലെ റെഡ് വെറൈറ്റിക്കും അങ്ങനെ വരാറില്ല. ബാക്കിയുള്ള സാധാരണ പ്ലാന്റുകൾക്കൊക്കെ പിങ്ക് ലെഗസി, ഗ്രീൻ ലെഗസി, പിങ്ക് ഡാൽമേഷൻ, ഗ്രീൻ പപ്പായ, ഗോൾഡൻ പപ്പായ അങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം പിന്നെ ചെറിയ 200ൻ്റെ തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെറൈറ്റി പ്ലാന്റുകളാണ് ആവശ്യമുള്ളത് എല്ലാത്തിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഒരു 3 വെറൈറ്റി പ്ലാന്റ് മാത്രമേ ഐഡിയ അറിയാത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടിയെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സീഡ്ലിങ്സ് ആണ് വേണ്ടിയതെങ്കിൽ അത് ഫസ്റ്റ് തന്നെ പറയാം, സീഡ്ലിങ്സ് ആണ് വേണ്ടിയതെന്നുള്ളത്. ബാക്കി എല്ലാ പ്ലാന്റ്സിൻ്റെയും ഞാൻ പറഞ്ഞ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റിന് 350, പിന്നെ എബോവ് ആ സൈസ് അനുസരിച്ച് 450 അങ്ങനെയാണ് റേറ്റ് പോവുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പിന്നെ ഇത് നഴ്സറി ഉള്ളത് കോഴിക്കോട് മുക്കം അടുത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയിൽ അടുത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്, അതാണ് ഏറ്റവും സേഫ്. സ്പീഡ് പോസ്റ്റ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ അയക്കാം, പക്ഷെ അവരെ ഉത്തരവാദിത്തത്തിലായിരിക്കും. DTDC ആകുമ്പോൾ നമുക്ക് ഭയങ്കര സേഫാണ്, അതുകൊണ്ടാണ് ആ കൊറിയറിൽ അയക്കുന്നത്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.